ഹായ് എവരി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഐ ആം യുവർ എസ് ആന്റണി. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ SBI അവരുടെ IMPS ഇടപാടുകൾക്ക് പുതിയ നിരക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും പുതിയ നിരക്കുകൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി നോക്കാം. 2025 ഓഗസ്റ്റ് 15 മുതൽ റീറ്റെയിൽ ഉപഭോക്താക്കൾക്കും സെപ്റ്റംബർ 8 മുതൽ കോർപ്പറേറ്റ് ഉപഭോക്താക്കൾക്കും ഈ പുതിയ നിരക്കുകൾ ബാധകമാകും. ഏകദേശം 40 കോടിയിലധികം ഉപഭോക്താക്കളെ ഇത് ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ പേടിക്കേണ്ട, ചില ആശ്വാസങ്ങളുണ്ട്. എല്ലാ ഇടപാടുകൾക്കും ഈ നിരക്കില്ല. 25,000 രൂപ വരെയുള്ള ഓൺലൈൻ IMPS ഇടപാടുകൾക്ക് ഇപ്പോഴും യാതൊരു നിരക്കുമില്ല. ഇത് ഇന്റർനെറ്റ് ബാങ്കിംഗ്, യോനോ ആപ്പ് എന്നിവയിലൂടെ നടത്തുന്ന ഇടപാടുകൾക്ക് ബാധകമാണ്. 25,000 രൂപ വരെ നിരക്കുകളൊന്നും തന്നെയില്ല. 25,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ 2 രൂപ പ്ലസ് GST, 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ 6 രൂപ പ്ലസ് GST, 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ 10 രൂപ പ്ലസ് GST. അപ്പോൾ നിങ്ങൾക്ക് 25,000 രൂപയിൽ താഴെയുള്ള ഇടപാടുകൾക്ക് ഇനിയും സൗജന്യമായി തുടരാം. എന്നാൽ ഇതിലും വലിയ തുകകൾക്ക് ഇനി അധിക പണം നൽകേണ്ടി വരും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഓൺലൈൻ ഇടപാടുകൾക്ക് നിരക്ക് ഈടാക്കുന്നത് കൊണ്ട് ബാങ്കിൽ നേരിട്ട് പോയി ഇടപാട് നടത്താമെന്ന് വിചാരിച്ചാൽ അവിടെയും നിങ്ങളെ കാത്തിരിക്കുന്നത് ഉയർന്ന നിരക്കുകളാണ്. 1000 രൂപ വരെയുള്ള ഇടപാടുകൾക്ക് മാത്രമാണ് ഇവിടെ നിരക്കില്ലാത്തത്. 1000 രൂപ മുതൽ 10,000 രൂപ വരെ 2 രൂപ പ്ലസ് GST, 10,000 രൂപ മുതൽ 25,000 രൂപ വരെ 4 രൂപ പ്ലസ് GST, 25,000 മുതൽ 1 ലക്ഷം രൂപ വരെ 4 രൂപ പ്ലസ് GST, 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ 12 രൂപ പ്ലസ് GST, 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ 20 രൂപ പ്ലസ് GST. ഈ നിരക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ബാങ്കിൽ പോയി ഇടപാട് നടത്തുന്നതാണ് കൂടുതൽ ചെലവേറിയത്. അതുകൊണ്ട് ഓൺലൈൻ ഇടപാടുകൾക്ക് മുൻഗണന നൽകുന്നത് തന്നെയാണ് ബുദ്ധിപരമായ തീരുമാനം. എന്നാൽ ഈ നിരക്കുകളിൽ നിന്ന് ചില അക്കൗണ്ടുകൾക്ക് ഇളവുകളുണ്ട്. പ്രതിരോധ ശമ്പള പാക്കേജ്, പോലീസ് ശമ്പള പാക്കേജ്, കേന്ദ്ര സർക്കാർ ശമ്പള പാക്കേജ്, ശൗര്യ കുടുംബ പെൻഷൻ അക്കൗണ്ടുകൾ എന്നിവ ഉപയോഗിക്കുന്നവർക്ക് തുടർന്നും സൗജന്യമായി സേവനം ഉപയോഗിക്കാം. കോർപ്പറേറ്റ് ഉപഭോക്താക്കളിൽ ചില പ്രത്യേക കറണ്ട് അക്കൗണ്ടുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇളവുകളുണ്ട്. അപ്പോൾ ഇതാണ് SBIയുടെ പുതിയ IMPS നിരക്കുകൾ. നിങ്ങളുടെ ഇടപാടുകൾക്ക് ഇനി എത്ര പണം ചെലവാകുമെന്ന് ഈ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. ഇത്തരം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം.